ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് 10 മണി ചെടിയിൽ നിന്നും ഞാൻ എങ്ങനെയാണ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും ഇതിനെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിക്കേണ്ടതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ ഗാർഡനിൽ വെറൈറ്റി ആയിട്ടുണ്ടായ ഒരു 10 മണീനാണ്. കാരണം എൻ്റെ കയ്യിൽ ഇതുപോലെ സാധാരണ ഒറ്റ ഇതിലിൻ്റെ 10 മണി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഇത് ഈ കാണുന്ന കട്ട പൂവിടുന്ന ഒറ്റ ഇതിലിൻ്റെ 10 മണി കണ്ടത്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇലയൊക്കെ നോക്കുമ്പോൾ സാധാരണ ഒറ്റ ഇതിലോട് കൂടി 10 മണി ഇടുന്ന ചെടീനെ പോലെയുണ്ട്. പക്ഷേ പൂവ് കട്ടയായിട്ട് ഇത് കുറച്ചും കൂടി വലുപ്പമാവും കേട്ടോ. ഇതിപ്പോൾ വെയിലായതുകൊണ്ട് കുറച്ച് വാട്ടമൊക്കെ തട്ടിയിട്ടുണ്ട് പൂവിന്. ഈ ഒരു വെറൈറ്റി പൂവ് ഉണ്ടായതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2 ദിവസം വാടാതെ നിൽക്കും. സാധാരണ 10 മണിക്ക് നമുക്കറിയാം, നമ്മൾ നടുമ്പോൾ ആ ഒരു ദിവസം വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വാടിപ്പോവും, പിന്നെ അത് നിൽക്കില്ല, പിന്നെ പിറ്റേ ദിവസം പുതിയ പൂക്കൾ വരും. പക്ഷേ ഈ ഒരു പുതിയ വെറൈറ്റി അങ്ങനെയല്ല, 2 ദിവസം വരെ വാടാതെ ആ പൂവ് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള 10 മണി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ഒരു 10 മണി ചെടീനെ എൻ്റെ ഗാർഡനിൽ നട്ടുപിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ 10 മണി ചെടി നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചെടിച്ചട്ടി ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണും ആവശ്യത്തിന് എടുത്ത് അതിലേക്ക് കുറച്ച് എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ 10 മണി ചെടി ചാടി വേഗം വലുതായി പൂക്കളിടും കേട്ടോ. അപ്പോൾ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ തന്നെ വളമിട്ട് കൊടുത്താൽ അത് വേഗം വലുതായി ചാടി വലുതായി വന്നോളും, അല്ലെങ്കിൽ മുരടി ചോലയൊക്കെ നിൽക്കും. അപ്പോൾ നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം പുതിയ പുതിയ തൈകൾ വരും, മുട്ടോടുകൂടി വരുന്നത് നട്ടുകൊടുക്കാനാണ് എനിക്കിഷ്ടം. കാരണം വേഗം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുപോലത്തെ തൈകൾ 1-2 ഞാൻ എടുക്കണം. ഒത്തിരി നടുന്നില്ല, നമുക്ക് 2-3 തൈകൾ മാത്രം മതിയാവും. അതും എല്ലാ വെറൈറ്റി കളറുണ്ടെങ്കിൽ അതത്രയും മാക്സിമം കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെടിച്ചട്ടി കൊടുക്കും. ഇപ്പോൾ എൻ്റെ 2-3 വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ചെടിച്ചട്ടിയിലേക്ക് നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അതിൻ്റെ തണ്ടിനൊക്കെ ഡാമേജ് ആവാതിരിക്കാൻ സൂക്ഷിക്കണം. പെട്ടെന്ന് ഡാമേജ് ആവുന്ന തണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു മഞ്ഞ കളർ വെറൈറ്റിയും കൂടി ഉണ്ട്. അതിൻ്റെയും കൂടി ഒരു മുട്ടുള്ള ഒരു ഇതാണ് ഞാൻ എടുക്കുന്നത്. സൈഡിൽ നിന്ന് മുട്ടുണ്ട്, ബാക്കിയൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒത്തിരി മൂത്ത തണ്ട് നമുക്ക് ആവശ്യമില്ല. നന്നായിട്ട് വരണമെങ്കിൽ ഇളം തണ്ട് നോക്കിയാണ് ഇതിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച പുതിയ വെറൈറ്റി 10 മണി ചെടിയുടെ സൈഡിൽ നിന്നും വന്നേക്കുന്ന പുതിയ തണ്ടും ഞാൻ ഒടിച്ച് നടുന്നുണ്ട്. കാരണം എല്ലാ വെറൈറ്റി ഒരുമിച്ച് നട്ടാൽ പുതിയ പുതിയ വെറൈറ്റികൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കുഴികളൊക്കെ എടുത്തിട്ട് പുതിയതായിട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത തണ്ടുകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെടിച്ചട്ടിലേക്ക് നട്ടു കൊടുത്ത് ഒത്തിരി നമുക്ക് നടേണ്ട കാര്യമില്ല. കാരണം ഇത് തന്നെ ഇതിൽ നിന്ന് പുതിയ പുതിയ തണ്ടുകൾ വന്നിട്ട് ആ ചെടിച്ചട്ടി ഫുള്ള് നിറഞ്ഞു നിന്നോളും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം പൂച്ചെടികളെല്ലാത്തിനെയും നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പൂച്ചെടികളൊന്നും പൂവിടില്ല, മുരടിച്ച് പോലെ നിൽക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അതുപോലെ ഞാനിപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഫ്രണ്ടിലായിട്ട് വരുന്ന അത്യാവശ്യം നന്നായിട്ട് വെയിലിടുന്ന സ്ഥലത്താണ് ഈ ചെടിച്ചട്ടിനെ വെച്ച് കൊടുത്തേക്കുന്നത്. സൺലൈറ്റ് നന്നായിട്ട് ആവശ്യമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഡെയിലി വാട്ടറിങ് അത്യാവശ്യമാണ്. അങ്ങനെ പ്രോപ്പറായിട്ട് വളവും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൂവിടാൻ തുടങ്ങി അറിയാലോ, നിർത്താതെ എല്ലാ ദിവസവും പൂവിടും. അങ്ങനെ നമ്മൾ ചെടിച്ചട്ടിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ തണ്ടുകളും ചെടിച്ചട്ടിയിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ടുകളുള്ള തണ്ട് നട്ടു കൊടുത്തുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ 3 പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മുട്ടുള്ള തണ്ടുകൾ കൂടുതലും നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാറ്. അപ്പോൾ പിറ്റേ ദിവസമാണെങ്കിൽ പൂവിടൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. പിന്നെ ഈ 10 മണി ചെടിയിൽ കണ്ടുവരുന്ന ഒരു കേടെന്ന് പറയുന്നത് ഇതുപോലെ കാണുന്ന വെള്ള കളറിലെ ഫംഗസാണ്. ഇത് ചെടീനെ മൊത്തത്തിൽ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടീനെ പിന്നെ പറിച്ച് മാറ്റി എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. കാരണം നമുക്ക് 1-2 തണ്ടിൽ ആണെങ്കിൽ നമുക്ക് അതിനെ കട്ട് ചെയ്ത് നിർത്താം. പക്ഷേ മൊത്തത്തിലായി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ആ ഒരു ചെടീനെ നശിപ്പിച്ച് കളയുള്ളൂ. അപ്പോൾ അതിന് നല്ലത് നല്ല തണ്ടുകൾ അതിൽ നിന്ന് ഒടിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് എല്ലാത്തിനും മൊത്തത്തിൽ എടുത്ത് മാറ്റുക. ഇത് എൻ്റെ കയ്യിലുള്ള വേറൊരു വെറൈറ്റിയാണ്, എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. കട്ടുപൂവിൻ്റെ ഇലയാണെങ്കിലും ഇടുന്ന പൂവെന്ന് പറയുന്നത് ഒറ്റ ഇതിലിൻ്റെ പൂവാണ്. അപ്പോൾ ഏത് സീസണിലായാലും നമ്മുടെ ഗാർഡനിൽ നിറയെ പൂക്കളിട്ട് നിൽക്കാൻ പറ്റിയ 10 മണി ചെടിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.